ഇതാണ് നമ്മുടെ കിയയുടെ കീ കേട്ടോ. ഈ കീക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ സ്വിച്ച് ഞെക്കുമ്പോഴും ആ കിയ എന്ന് പറയുന്ന ബ്രാൻഡിങ്ങിൻ്റെ അവിടെ ഒരു വെട്ടം വരും. കപ്പ് ഹോൾഡേഴ്സ് വരുന്നത് നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇനി സ്ഥലം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, മാക്സിമം അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. വെൽക്കം ടു കൃഷ് മച്ചാൻ ഷോട്ടോ വ്ലോഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കിയ സിറോസ് എന്ന് പറഞ്ഞ വണ്ടിയുടെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ്. അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്, കാരണം കിയ വണ്ടിയുടെ ആ ഒരു കേക്ക് കട്ടിങ് സെറിമണിയിലും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ എം സോ ഹാപ്പി. അതിൻ്റെ ഒരു മൊമെൻറ്റ്സ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ ഇന്ന് കിയ സിറോസിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരാനായിട്ട് ഞാൻ വളരെ ആകാംക്ഷപരമായിട്ടിരിക്കുകയാണ്. സോ കിയ സിറോസ് എന്ന് പറയുന്നത് ഏതൊരു സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വണ്ടിയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡ് സൈസ് SUV എന്ന് വേണം പറയാൻ. ആ ഒരു ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു സെൽറ്റോസിൻ്റെ മുകളിൽ വരുന്നില്ല, അല്ലെങ്കിൽ സോണറ്റിൻ്റെ താഴെ അതിൻ്റെ ഇടയിൽ വരുന്നൊരു വണ്ടിയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവരിത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കോമ്പാറ്റ് SUV എന്നൊക്കെ ചിലവർ വിളിക്കുന്നുണ്ടാവും. സോ അങ്ങനെ ഒരു വണ്ടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫ്രണ്ട് സൈഡിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഐസ് ക്യൂബ് LED ഹെഡ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. DRലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർ മാപ്പ് LED DRLs, നല്ലൊരു എയർ ഡാം കാര്യങ്ങളൊക്കെ കാണാം. സിറോസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്നതാണ് അതിൻ്റെ സെൻസേഴ്സ്. ഇഷ്ടംപോലെ സെൻസേഴ്സ്, ഈവൻ സൈഡിൽ വരെയാണ് അതിൻ്റെ സെൻസേഴ്സ് വന്നിരിക്കുന്നത്. 6 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുന്നത്. അതാണ് ഞാൻ ഓരോന്നും പോയിന്റ് ചെയ്ത് കാണിക്കുന്നത്. നല്ലൊരു ഭംഗിയുള്ള ഒരു സൂപ്പർ ഒരു ഫ്രണ്ട് പോർഷനാണ്, ഒരു ഫ്രണ്ട് ബോണറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ലുക്സിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ കാണുന്ന ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് വേരിയൻറ്റിലുള്ള അഡാസ് ക്യാമറയാണ് അത് വരുന്നത്. പിന്നെ മാത്രമല്ല ഫ്രണ്ട് ലുക്ക് തന്നെ ഒരു ഡിഫൻഡറിൻ്റെ ലുക്കാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. സോ സൈഡ് പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സൈഡിൽ നിങ്ങൾ കാണുന്നത് 17 ഇഞ്ചിൻ്റെ ടയറാണ്, ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ വേരിയൻ്റ് അനുസരിച്ച് 16 ഇഞ്ചും അതുപോലെ തന്നെ 15 ഇഞ്ചും ആവുന്നതാണ്. ബേസ് വേരിയൻറ്റിലൊക്കെ 15 ഇഞ്ചാണ് വരുന്നത്. വീൽ ബേസിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയുന്നത്. വീൽ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2550 ആണ് വീൽ ബേസ് വരുന്നത്. വണ്ടിയുടെ ഓവറോൾ ലെങ്ത് 3995 ആണ് വരുന്നത്. 1805 ആണ് വിഡ്ത്ത് വരുന്നത്. ഹൈറ്റ് വരുന്നത് 1680 ആണ് ഹൈറ്റ് വരുന്നത്. ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് സ്ട്രീം ലൈൻ ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്, എല്ലാം ഉള്ളിലേക്കായിട്ട്. അതുകൊണ്ട് നല്ലൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. നല്ല പ്രൊജക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ നല്ല പർപ്പസ്ഫുള്ളായിട്ടുള്ള ഒരു റൂഫ് റെയിലാണ് കാണുന്നത്. അതുകൊണ്ട് ഞാനത് ജസ്റ്റ് അത് ഒന്നെടുത്ത് കാണിച്ചു തരുന്നുണ്ട് നിങ്ങളെ. നമ്മൾ ബാക്ക് പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കിയയുടെ ബാഡ്ജിങ് കാണാം, അത് സിറോസ് എന്ന് എഴുതിയേക്കുന്ന ഒരു ബാഡ്ജിങ് കാണാം. ഒരു കിഡിലൻ ടെയിൽ ലാമ്പ് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. മേൽ കാണുന്ന സ്റ്റാർ മാപ്പ് LED ടെയിൽ ലാമ്പാണ് കാണുന്നത്. ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാം, സെൻസേഴ്സ് കാണാം, 360 ഡിഗ്രി ക്യാമറ കാണാം. കംപ്ലീറ്റ്ലി സെൻസേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. കംപ്ലീറ്റ്ലി ഫീച്ചർ ലോഡഡ് വണ്ടിയാണ് കേട്ടോ. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഈ വണ്ടിയുടെ ഒരു ഫ്രണ്ട് ഡിസൈൻ തന്നെ പറയുകയാണ്, കിയ സിഗ്നേച്ചർ ഡിജിറ്റൽ ടൈഗർ ഫേസ് ഡിസൈനാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു ടെയിൽ ലാമ്പ്, സ്റ്റോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ നിങ്ങൾക്ക് കാണാം. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വളരെ പരിമിതമായിട്ടുള്ള സമയത്താണ് നമ്മളിത് എടുക്കുന്നത്, അതുകൊണ്ടാണ് നമുക്കിത് കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റാത്തത്. നമ്മൾ ഇതിൻ്റെ ഒരു റിവ്യൂ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ആണ്, ബെസ്റ്റ് ഇൻ സെഗ്മെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെ വരുന്നുണ്ട്. 465 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വണ്ടിക്ക് വരുന്നത്. ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാം, സ്പെയർ ടയർ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ സ്പെയർ ടയറിൻ്റെ ഡയമെൻഷൻസൊക്കെ ഞാൻ കൂടുതലായിട്ട് ഇനി നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ കൂടുതലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് കാര്യങ്ങൾ, പാർസൽ ട്രേ ഒക്കെ കാണാം. ഇതാണ് നമ്മുടെ കിയയുടെ കീ കേട്ടോ. ഈ കീക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ സ്വിച്ച് ഞെക്കുമ്പോഴും ആ കിയ എന്ന് പറയുന്ന ബ്രാൻഡിങ്ങിൻ്റെ അവിടെ ഒരു വെട്ടം വരും. അതൊക്കെ നമ്മളെ എടുത്ത് പറയുന്നൊരു സംഭവം കൊണ്ടാണ്. ഇതാണ് ഫ്രണ്ടിലെ ആ ഒരു നമ്മുടെ ഒരു സീറ്റിൻ്റെ ഓപ്ഷൻസ് വരും. നമുക്കിവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇലക്ട്രോണിക്കലി നമുക്ക് അതിൻ്റെ ഒരു ഫ്രണ്ട് ആൻഡ് ബാക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി എന്താ പറയുന്നത്, അവർ വളരെ സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. നമുക്ക് മാനുവലിയാണ് അതിൻ്റെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ നമുക്ക് വരുമ്പം വെൻറ്റിലേറ്റഡ് സീറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എൻ്റെ ബാക്ക് സീറ്റാണ് ഒരു രക്ഷയില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. എൻ്റെ ഇൻറ്റീരിയറിൽ ഫീച്ചർ ലോഡഡ് ആണ്, ഒന്നും പറയാനില്ല. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഓഫ് കൺട്രോൾസ്
ആണ് അതിനകത്ത്. ഇതാണ് ഡാഷ്ബോർഡ് വരുന്നത്. മൊത്തത്തിൽ നല്ല ഒരു ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത്. ഗിയർ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എയർക്രാഫ്റ്റിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഇതിനകത്ത് ഗിയർ ബോക്സ് വരുന്നത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ 7 DCT ഗിയർ ബോക്സ് ആണ് 7 സ്പീഡ് വരുന്നത്. അത് വരുന്നത് 1 ലിറ്ററിൻ്റെ പെട്രോൾ വേരിയൻറ്റിലാണ്. ഡീസലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് വരുന്നത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമാണ്. ഇതാണ് ട്രിനിറ്റി പനോരമിക് ഡിസ്പ്ലേ കണക്റ്റഡ് കാർ നാവിഗേഷൻ. 12.3 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ AC കൺട്രോൾസിന് വേണ്ടിയിട്ട് നമുക്ക് ടച്ച് ചെയ്ത് നമുക്ക് അതിൻ്റെ AC കൺട്രോൾ ചെയ്യാനുള്ള 5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, അതുപോലെ വീണ്ടും 12.3 ഇഞ്ചിൻ്റെ വീണ്ടും ഒരു ഡിസ്പ്ലേ. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിയർലി ഒരു 30 ഇഞ്ചിൻ്റെ പോലെ മൊത്തത്തിലൊരു ഡിസ്പ്ലേ ആണ്. ഇതാണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നത്. നമുക്കിതിനകത്ത് ക്രൂയിസ് കൺട്രോള്, അതിൻ്റെ ഓഡിയോ കൺട്രോൾസ്, വോയിസ് കൺട്രോൾസ് എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. അതൊരു നൈസ് TFT ഡിസ്പ്ലേയും കൂടെയാണ്. നമുക്ക് ഫുൾ ഇൻഫർമേഷൻ അതിനകത്ത് കിട്ടുന്നതാണ്. കംപ്ലീറ്റ്ലി ഫ്യൂച്ചറിസ്റ്റിക് ആണ് കേട്ടോ. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്പെഷ്യൽ കിയയുടെ തന്നെ സ്പെഷ്യൽ ഡിസൈൻ തന്നെ വരുന്ന ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണെന്ന് പറയാം. അത് ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഇതിനകത്തുണ്ട്. നല്ല ടച്ച് റെസ്പോൺസാണ് വരുന്നത്. മാത്രമല്ല അതിൻ്റെ 360 ഡിഗ്രി ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. അതും 360 ക്യാമറ വരുന്നത്. 360 ക്യാമറ വിത്ത് ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ ആണ് വരുന്നത്. ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ ഓവർ ദെയർ OTA സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകുന്നതാണ്. മാത്രമല്ല വേക്കപ്പ് കമാൻഡ്സ് വരുന്നുണ്ട്. മാത്രമല്ല മൾട്ടി ലാംഗ്വേജ് വരുന്ന VR കമാൻഡ്സ് വരുന്നുണ്ട്. കിയ കണക്ട് ഡയഗ്നോസിസ് വരുന്നുണ്ട്. കോൾ സെൻറ്റർ അസിസ്റ്റ് നാവിഗേഷനും വരുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഓരോ സ്ലോട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് USB സ്ലോട്ട്സ്, വയർലെസ് ചാർജിങ്, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. മോർ ഓവർ ഇത് ഫോണായിട്ട് നമുക്ക് ഇത് ത്രൂ കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഫോണിൻ്റെ കംപ്ലീറ്റഡ് ഇൻഫർമേഷൻ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നതാണ്. അത് ആരും പറയാത്തൊരു സംഭവം കൂടിയാണ്. സോ ഇതാണ് IRVM മിറർ വരുന്നത്. അതിനകത്ത് കിയ കണക്ട് ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. മാത്രമല്ല ക്യാബിൻ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് നമ്മുടെ സൺറൂഫ് ഓപ്പറേഷൻ വരുന്നത്. ഡ്യുവൽ പെയിൻ പനോരമിക് സൺറൂഫാണ് വരുന്നതെന്നുള്ളതാണ്. നല്ല ഹ്യൂജ് ഒരു സൺറൂഫാണ്. നിങ്ങൾക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് കാര്യങ്ങളും കാണാം. നമുക്ക് ഈവൻ വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആ ഒരു എന്താ പറയുന്ന ഒരു നേച്ചർ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വന്നിരിക്കുന്നത്. മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ക്യാബിൻ ലൈറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി LED വന്നിരിക്കുന്നത്. സ്വിച്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അമേസിങ് ക്വാളിറ്റിയിലാണ് വരുന്നത്. സൺഷെയ്ഡ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ വാനിറ്റി മിറേഴ്സ് കാണാം. നമുക്ക് ഇപ്പോഴത്തെ ഇതിലാണെന്നുണ്ടെങ്കിലും ഒരു സിമ്പിൾ ഒരു സൺഷെയ്ഡ് കാണാം. സൺഗ്ലാസ് ഹോൾഡേഴ്സ് കാണാം. അത് നല്ല ഒരു പെർഫെക്റ്റ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് വിത്ത് 16 ഓട്ടോണമസ് ഫീച്ചേഴ്സ്, ഫോർവേഡ് കൊളിഷൻ വാർണിംഗ് ആൻഡ് അവോയ്ഡൻസ് അസിസ്റ്റ്, സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ വിത്ത് സ്റ്റോപ്പ് ആൻഡ് ഗോ വരുന്നുണ്ട്. ലെയിൻ കീപ്പ് അസിസ്റ്റ് വരുന്നുണ്ട്. പാർക്കിംഗ് കൊളീഷൻ അവോയ്ഡൻസ് വരുന്നുണ്ട്. ഡാഷ്ബോർഡിലുള്ള QR കോഡ് വെച്ചിട്ട് നമുക്കൊരു സ്കാൻ ചെയ്തൊരു സംഭവം ചെയ്യാൻ പറ്റുന്നത് ഇൻറ്റീരിയർ ആയിട്ടുള്ള മെറ്റീരിയലിനെ കുറിച്ച് അറിയാനായിട്ട്. അത് ഏതൊക്കെ മോഡലിൽ മെറ്റീരിയലുണ്ട്, എന്തൊക്കെ ഇടാം എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നതാണ്. ഇതാണ് ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് വരുന്നത്. നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഗ്ലാസ്സൊക്കെ വെക്കുന്ന രീതിയിൽ അത് സെറ്റാക്കി തരും. ഞാൻ വളരെ അത്ഭുതപ്പെട്ടിരിക്കുമായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ. ഞാനത് അങ്ങനെ അധികം വണ്ടികളൊന്നും കണ്ടിട്ടില്ല. ഒരു പ്രീമിയം വണ്ടികളാണ് ഇരിക്കുന്നുള്ളൊരു ഫീലായിരുന്നു. നമുക്ക് ഈ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതല്ല, നമുക്ക് അതുപോലെ തിരിച്ചിത് സംഭവങ്ങൾ കയറ്റി വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നത്. ഇതാണ് ഫ്രണ്ട് ഹാൻഡ് റെസ്റ്റ്. അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ സ്വിച്ച് കാണാം. അത് എയർ ഫിൽറ്ററിൻ്റെ സ്വിച്ചാണ്. ഇതുപോലെ തന്നെ ബാക്കിലും നമുക്ക് റിയറിൽ നമുക്ക് ആ ഒരു എയർ ഫിൽറ്റർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്വിച്ച് കാണുന്നുണ്ട്. നല്ല രസമായിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റിയാണ്. നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഗ്ലൗ ബോക്സ് വരുന്നത്. നമുക്ക് ആ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പേസ് ഉള്ളൊരു ഗ്ലൗ ബോക്സാണ് കാണുന്നത്. സോ ഇതാണ് സൺ കർട്ടൻസ് വരുന്നത്. ഇത് ഒന്നും പറയാനില്ല. നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ നമുക്കിതുപോലെ കർട്ടൻസ് അവൈലബിൾ ആണ്. നമുക്കിതുപോലെ സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് റിയർ സീറ്റിലെ ഒരു മെയിൻ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാം ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരു ഫാബ്രിക് ക്വാളിറ്റി മൊത്തത്തിൽ ഏറ്റവും വലിയ ഒരു വേറൊരു അഡ്വാൻറ്റേജാണ് ഞാൻ ഈ പറയുന്നത്. മൊത്തത്തിൽ പറയാൻ ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. എടുത്തു പറയേണ്ടത് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. അത് എല്ലാ ഒരു ഗ്ലാസും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഫ്രണ്ട് ആയിക്കോട്ടെ ബാക്ക് ആയിക്കോട്ടെ. ഇതാണ് വെൻറ്റിലേറ്റഡ് ഒരു സ്വിച്ചിൻ്റെ ഒരു ബട്ടൺ വരുന്നത്. നമുക്ക് ഇതിന് സീറ്റ് വെൻറ്റിലേഷൻ നമ്മുടെ ആ ഒരു ബട്ടിലുള്ള ആ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ
നമുക്ക് ഒരു വെൻറ്റിലേഷൻ വരുന്നുള്ളൂ. ഇതാണ് ഹർമൻ്റെ സ്പീക്കേഴ്സ് വരുന്നത്. ഒന്നും പറയാനില്ല, 8 സ്പീക്കേഴ്സാണ് ഹർമൻ്റെ വരുന്നത്. അതേസമയത്ത് ബേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വരുന്നില്ല. ഒരു സ്പെഷ്യൽ ഹർമൻ്റെ തന്നെ ഒരു 8 സ്പീക്കേഴ്സ് സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. അതും പെർഫെക്റ്റ് ക്വാളിറ്റി സൗണ്ട് തന്നെയാണ്. ഞാനത് പ്ലേ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ഒരു സ്വീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ റിയർ സീറ്റിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ റിയർ സീറ്റ് വെൻറ്റിലേഷനാണ് ഏറ്റവും വലിയൊരു മേജർ ഒരു സംഭവം എന്ന് പറയുന്നത്. ഒന്നും പറയാനില്ല. അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റോ സീറ്റ് റിക്ലൈൻ, അതുപോലെ തന്നെ സ്ലൈഡ് വിത്ത് സീറ്റ് വെൻറ്റിലേഷൻ, ഒന്നും പറയാനില്ല. ഇവിടെ നമുക്കിതുപോലെ എത്ര നമ്മുടെ ഒരു അളവനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് റിക്ലൈൻ ചെയ്ത് ഇങ്ങനെ ഏറ്റവും പുറകിലോട്ടാക്കി ഇങ്ങനെ വേണമെങ്കിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അത് നമുക്ക് ആ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യാം. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ കാണാം, സാധനങ്ങളൊക്കെ ഇടാനുള്ള. ഇവിടെ സൈഡ് ഡോർസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ഡോർ പാർട്സ് തന്നെയാണ് വരുന്നത്. അവിടെ തന്നെ ഒരു ഡ്യുവൽ ടോണിലാണ് വരുന്നത്. മാത്രമല്ല ഇതിനകത്ത് നമ്മൾ 3 പേര് ഇരുന്ന് കാണിക്കുന്നൊക്കെ ഉണ്ട്. ഇതാണ് ഒരു പ്യൂരിഫയർ വരുന്നത്. ബേസ് വേരിയൻ്റ് തൊട്ട് റിയർ AC വെൻറ്റ്സ് വരുന്നുള്ള ഏറ്റവും വലിയ അപ്ഡേറ്റ് ആണ്. താഴെ നമുക്ക് USB സോക്കറ്റ്സ് ഒക്കെ കാണാം. അതിനകത്ത് ഒരു ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ആംബിയൻ ലൈറ്റിംഗ് 64 ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ടോ എന്നുള്ളതാണ്. 64 കളർ ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ ഉള്ളിൽ വരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ഇപ്പോൾ ഇതിനകത്തേക്ക് ഇരിക്കാൻ പോകണം. നല്ല വണ്ണമുള്ള ആൾക്കാരാണ് 3 പേരും. അപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റുമെന്നറിയാം. അപ്പോൾ ഞങ്ങൾ ഡോറ് ക്ലോസ് ചെയ്തിട്ടൊന്ന് ഇരുന്ന് നോക്കി. നോക്കിയേ, ഞങ്ങൾക്ക് സുഖമായിട്ട്. അപ്പം എന്നോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇനി സ്ഥലം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, മാക്സിമം അഡ്ജസ്റ്റ്മെൻ്റ് ആണത്. ഞങ്ങൾ 3 പേര് ഇരുന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ബാക്ക് സീറ്റിൽ നല്ല ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുക. അദ്ദേഹമൊക്കെയാണ് നല്ല ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. ഇതാണ് സോക്കറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. റിയർ AC വെൻറ്റ്സ് കാണാം. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോർ തന്നെയാണ് കാണുന്നത്. നല്ലൊരു ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് ഹാൻഡ് റെസ്റ്റ് വരുന്നത്. ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ പനോരമിക് സൺറൂഫിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ കാണാം. ഒന്നും പറയാനില്ല. ഇതിൻ്റെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ഒരു ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ്. അപ്പോൾ ഞാൻ ഒരു 4 ഹെഡ് റെസ്റ്റാണ് ഇപ്പം ഞാൻ കാണുന്നത്. സെൻട്രലായിട്ടൊരു ഹെഡ് റെസ്റ്റ് ഞാൻ അങ്ങനെ കണ്ടില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻസൊക്കെ വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സ്ലൈഡിങ്. നോക്കി, അതിൻ്റെ ഫ്രണ്ട് അത് വേണമെങ്കിൽ അങ്ങനെ സ്ലൈഡ് ചെയ്യാം. 2 സീറ്റ്സായിട്ട് ഇത് കണ്ടില്ലേ, ഏത് സീറ്റ് വേണമെങ്കിലും സ്ലൈഡ് ചെയ്യാം. ഞാൻ ഫ്രണ്ടിലോട്ടാക്കി ബാക്കിലോട്ടാക്കി അങ്ങനെ ഓരോന്നും ഞാൻ നോക്കുകയാണ്. നമുക്ക് മാത്രമല്ല നമുക്ക് ലോങ് ജേണിയിലൊക്കെ സുഖമായിട്ട് ഇങ്ങനെ ചാരി ഇരുന്ന് നല്ല അതിൻ്റെ വിൻഡോ ലൈനിലുള്ള ആ നോർമൽ വിൻഡോ ലൈനാണ് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാം. ഈ 60-40 സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഇത് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ നമുക്ക് അത്യാവശ്യം ബൂട്ട് സ്പേസ് മാക്സിമം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇതാണ് തൈ സപ്പോർട്ട് കാര്യങ്ങൾ. നല്ലൊരു തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ റിക്ലൈൻ ഓപ്ഷൻ, ഇതുപോലെ സൈഡിലൊരു ബട്ടണുണ്ട്. ആ ഒരു ബട്ടൺ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ആ റിക്ലൈൻ ഓപ്ഷൻസൊക്കെ കാണാം. നല്ലൊരു ഹെഡ് റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വൈഡ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എഞ്ചിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 എഞ്ചിനിലാണ് വരുന്നത്. ഒന്ന് പെട്രോൾ എഞ്ചിനും 2 ഡീസൽ എഞ്ചിനും. പെട്രോൾ എഞ്ചിനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ G1.0 TGDI എഞ്ചിനാണ് വരുന്നത്. അതിനകത്ത് മാക്സിമം പവർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 bhp അറ്റ് 6000 RPM ആണ് വരുന്നത്. അതേസമയത്ത് ടോർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 172 Nm അറ്റ് 1500 to 4000 RPM ആണ് വരുന്നത്. രണ്ടാമത് ഡീസൽ എഞ്ചിൻ 1.5 CRDI എഞ്ചിനാണ് വരുന്നത്. 1.5 CRDI VGT എഞ്ചിനാണ്. 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. മാക്സിമം പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 116 PS അറ്റ് 4000 RPM. അതുപോലെ തന്നെ ടോർക്ക് 250 Nm അറ്റ് 1500 to 2750 RPM വരെയാണ് വരുന്നത്. അതാണ് എൻജിൻ ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നല്ല കലക്കൻ എൻജിന് തന്നെയാണ് വന്നിരിക്കുന്നത്. പെട്രോൾ എഞ്ചിനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 7 സ്പീഡ് DCT ഗിയർ ബോക്സുമാണ് വരുന്നത്. ആ സമയത്ത് ഡീസൽ വേരിയൻറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമാണ് അതിനകത്ത് വരുന്നത്. സേഫ്റ്റി പരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് സ്റ്റാൻഡേർഡായിട്ട് തന്നെ 7 എയർ ബാഗ്സ്, ടയർ പ്രഷർ മോണിറ്റർ, ABS, EBD, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിങ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഡോറിൻ്റെ ക്വാളിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അമേസിങ് ക്വാളിറ്റിയിലാണ് വരുന്നത്. ഒന്നും പറയാനില്ല.
പറയാൻ പോകുന്നത് വണ്ടിയുടെ ഒരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വണ്ടി ആ ഒരു 1 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 998 ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന ഒരു ഇത് തന്നെയാണ്. അതിന് നേരത്തെ പറഞ്ഞ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, 7 സ്പീഡ് DCT ഗിയർ ബോക്സ് വരുന്നുണ്ട്. പിന്നെ 1.5 ലിറ്റർ 1493 ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വരുന്നത്, അത്ര CC ആണ് വരുന്നത്. അതിന് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വരുന്നുണ്ട്. സസ്പെൻഷൻ വരുന്നത് മെക് ഫ്രണ്ട് സ്റ്റഡ് വിത്ത് കോയിൽ സ്പ്രിങ്, റിയർ കപ്പിൾഡ് ടോർഷൻ ബീം ആക്സിലാണ് വരുന്നത്. ബ്രേക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ വീൽസ് ഡിസ്ക് ബ്രേക്ക് വരുന്നത് ഓട്ടോമാറ്റിക്കിന് വരുന്നുണ്ട്. അതേസമയത്ത് ഫ്രണ്ട് ആൻഡ് ഡിസ്ക്, റിയർ ഡ്രം വരുന്നത് മാനുവലിലാണ് വരുന്നത്. അപ്പോൾ ടയർ സൈസ് കാര്യങ്ങളൊക്കെ, അപ്പോൾ സ്പെയർ ടയർ ഞാൻ നേരത്തെ പറഞ്ഞാൽ 195/65 R15 ആണ് സ്പെയർ ടയർ വരുന്നത്. അപ്പം ഓരോ വേരിയൻ്റ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ വേരിയൻ്റ് വ്യത്യാസം വരുന്ന അനുസരിച്ച് നമുക്ക് ബേസ് വേരിയൻറ്റിൽ R15 195/65 R15 ആണ് സൈസ് വരുന്നത്. അതാണ് നമ്മുടെ ഒരു സൈസ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ബൂട്ട് സ്പേസ് നേരത്തെ പറഞ്ഞാൽ 465 തന്നെയാണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 45 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റി വണ്ടിയുടെ ഒരു പറയുന്നത് 5 തന്നെയാണ്. അതുപോലെ തന്നെ റിമോട്ട് ഡയഗ്നോസിസ് ഫീച്ചർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ നോട്ടിഫിക്കേഷനിലൂടെ നമുക്കറിയാൻ പറ്റും ഈ വണ്ടിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത്. അത് കൂടുതൽ അപ്ഡേറ്റ്സിലൂടെ അല്ലെങ്കിൽ അതിനൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു പ്രോബ്ലംസ് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതും കൂടെയാണ്. അതൊക്കെ കൂടുതലായിട്ട് നമ്മുടെ കിയ വെഹിക്കിൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് വരെ വന്നിരിക്കും. ഫുള്ളി ഫീച്ചർ പാക്ഡ് ആണ് ഈ വണ്ടി വരുന്നത്. ഈ വണ്ടിക്ക് അഡാസ് ലെവൽ 2 ഫീച്ചറുള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലോവർ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ, ടോപ്പ് വേരിയൻറ്റിൽ ഇതിൻ്റെ അഡാസ് ക്യാമറകളൊക്കെ വരുന്നുണ്ട്. അതേസമയത്ത് ലോവർ വേരിയൻറ്റിൽ ഡാഷ് ക്യാം വിത്ത് ഡ്യുവൽ ക്യാമറ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള അപ്ഡേറ്റ്സൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പറയാൻ പോകുന്നത് വേരിയൻസിനെ കുറിച്ചാണ്. വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് STK എന്നുള്ള ഓപ്ഷനിലേക്കാണ്. STK O ആണ് അടുത്ത് വരുന്നത്. STK പ്ലസ്, STX, STX പ്ലസ്, STX പ്ലസ് ഓപ്ഷണൽ. ഇതാണ് STX പ്ലസും STX പ്ലസ് ഓപ്ഷനിലൊക്കെയാണ് ഏറ്റവും വലിയ ടോപ്പ് വേരിയൻ്റ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ STKയിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് സ്റ്റൈൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിയ സിഗ്നേച്ചർ ഡിജിറ്റൽ ടൈഗർ ഫേസ് ആണ് അതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഐസ് ക്യൂബ് ഹാലജൻ ഹെഡ്ലാംപ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 15 ഇഞ്ചിൻ്റെ ടയർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്ട്രീം ലൈൻ ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. സ്ട്രീം ലൈൻ ഡോർ ഞാൻ നേരത്തെ പറഞ്ഞാണ്. സൈഡ് ഡോർ ഗാർണിഷ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഷാർപ്പിൻ ആൻറ്റിന വരുന്നത്. ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ, ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഓൾ ബ്ലാക്ക് ആൻഡ് ഗ്രേ ഡ്യുവൽ ടോൺ ഇൻറ്റീരിയേഴ്സ് തന്നെയാണ് അതിൻ്റെയും വരുന്നത്. പിന്നെ മാത്രമല്ല ഒരു ക്രാഷ് പാഡ് ഗാർണിഷ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീല്, അതെല്ലാം വരുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ആ ഒരു STX അല്ലെങ്കിൽ ഒരു ബേസ് വേരിയൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കാണുന്നത്. പിന്നെ മാത്രമല്ല ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് 10.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 4.2 കളർ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ 12.3 HD ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ, 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, സ്റ്റിയറിംഗ് വീൽ മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. റിയർ വ്യൂ ക്യാമറ വിത്ത് ഡൈനാമിക് ഗൈഡ് ലൈൻസ് വരുന്നുണ്ട്. C ടൈപ്പ് USB ചാർജർ ഫ്രണ്ട് ആൻഡ് റിയർ രണ്ടെണ്ണം വെച്ച് വരുന്നുണ്ട്. 2 വെച്ച് ഫ്രണ്ടിലും ബാക്കിലും. ഫ്രണ്ട് 12 വോൾട്ട് പവർ ഔട്ട്ലെറ്റ്. ഇതൊക്കെയാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ബേസ് വേരിയൻറ്റിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നേക്കുന്നത്. മാത്രമല്ല കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് വരുമ്പോൾ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ്, ടിൽറ്റാണ് വരുന്നത്. ഓൾ ഡോർ പവർ വിൻഡോ വിത്ത് ഇലൂമിനേഷൻ വരുന്നുണ്ട്. സെൻട്രൽ കൺസോൾ വിത്ത് ആംറസ്റ്റ് ആൻഡ് കപ്പ് ഹോൾഡേഴ്സ്. റിക്ലൈമബിൾ റൂഫ് അസിസ്റ്റ് ഹാൻഡിൽ, റൂം ആൻഡ് മാപ്പ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെക്കൻഡ് റോ ബെഞ്ച് സീറ്റ് ടൈപ്പ് ഒക്കെയാണ് വരുന്നത്. ഫ്രണ്ട് പാസഞ്ചർ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, റിമോട്ട് കീ വിത്ത് സെൻട്രൽ ലോക്കിംഗ്, ഡേ ആൻഡ് നൈറ്റ് റിയർ വ്യൂ മിറർ വരുന്നുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ഔട്ട്സൈഡ് മിറർ, മാനുവൽ എയർ കണ്ടീഷണർ, റിയർ AC വെൻറ്റ്സ്, ഓട്ടോ ലൈറ്റ് കൺട്രോൾ, സൺഗ്ലാസ് ഹോൾഡർ, റിയർ ഡോർ സൺഷെയ്ഡ് കർട്ടൻസ്, അപ്പം ബർഗ്ലർ അലാറം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു STK ഓപ്ഷനിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്ന് വരും. STK പ്ലസിന് വരുമ്പോഴാണ് നമുക്ക് 7 സ്പീഡ് DCT ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ ഓപ്ഷൻസ് വരുന്നത്. അപ്പം ഏതൊക്കെ ഓപ്ഷനിൽ എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. പെട്രോൾ എഞ്ചിനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ GDI മാനുവൽ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് വരിക. ശരിക്കും STK പ്ലസും STK O അതുപോലെ തന്നെ STK ഈ ഒരു ഓപ്ഷനിലാണ് നമുക്ക് അതിനകത്ത് പെട്രോൾ ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഒരു DCT 7 സ്പീഡ് DCT ഓപ്ഷനിലേക്ക് വരുന്നത് 1 ലിറ്റർ തന്നെ 7 സ്പീഡ് DCT ആ ഒരു പെട്രോൾ വേരിയൻറ്റ് വരുമ്പോൾ തന്നെ STK ഓപ്ഷനിൽ വരുന്നുണ്ട്. STX പ്ലസിൽ വരുന്നുണ്ട്, STXൽ വരുന്നുണ്ട്, STK പ്ലസിൽ വരുന്നുണ്ട്.
പിന്നെ മാത്രമല്ല 1.5 ലിറ്റർ CRD VGT 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, ഒരു ഡീസൽ എഞ്ചിൻ വരുന്നത് STXൽ വരുന്നുണ്ട്, STK പ്ലസ്, ST ഓപ്ഷണൽ, STK ഓപ്ഷനിലാണ് വരുന്നത്. 1.5 ലിറ്റർ CRD 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, നേരത്തെ മാനുവൽ ട്രാൻസ്മിഷൻ്റെയാണ് പറഞ്ഞത്, അത് വരുന്നത് നമുക്ക് ഫൈനൽ 2 വേരിയൻ്റിൽ STX പ്ലസും STX പ്ലസ് ഓപ്ഷനിലുമാണ് ആ ഒരു ഓപ്ഷൻ വരുന്നത്. 1.5 ലിറ്റർ CRD VGT 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നത് ടോപ്പ് എൻഡ് വേരിയൻറ്റിലാണ് അത് വരുന്നത്. ഞാൻ പറയാൻ പോകുന്ന വണ്ടിയുടെ കളേഴ്സിനെ കുറിച്ചാണ്. കളേഴ്സ് വരുന്നത് ഫ്രോസ്റ്റ് ബ്ലൂ, ഗ്ലേസർ വൈറ്റ് വരുന്നുണ്ട്, സ്പാർക്ലിംഗ് സിൽവർ വരുന്നുണ്ട്, ഗ്രാവിറ്റി ഗ്രേ വരുന്നുണ്ട്, ഇൻറ്റൻസ് റെഡ് വരുന്നുണ്ട്, ഇമ്പീരിയൽ ബ്ലൂ വരുന്നുണ്ട്, ഒരു ഒലീവ് കളർ വരുന്നുണ്ട്, അറോറ ബ്ലാക്ക് പേൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കളേഴ്സാണ് വരുന്നത്. ഏകദേശം 8 കളറോളം നമുക്ക് വരുന്നുണ്ട് ഈ വണ്ടിക്ക്. അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമുക്ക് ഇഷ്ടംപോലെ കളർ ഓപ്ഷൻസ് ഉള്ളത്, അപ്പോൾ ഏത് വേണമെന്നായി കൺഫ്യൂഷനായി പോകും. അപ്പോൾ നമുക്ക് ഈ വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ട്, ഉറപ്പായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബുക്കിംഗ് അവൈലബിൾ ആണ്. അപ്പം പ്രൈസിനെ കുറിച്ച് എല്ലാവരും അറിയേണ്ട വണ്ടിയുടെ പ്രൈസിനെ കുറിച്ചാണ്. വണ്ടിക്ക് പ്രൈസും മൈലേജ് കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം വണ്ടിയുടെ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ കൊടുത്തിരുന്നു. ഒരു 9.75 തൊട്ടാണ് നമുക്കൊരു പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു 16.50 ലാക്സ് അതിനുള്ളിലാണ് ഇതിൻ്റെ ഒരു ഏകദേശം പ്രൈസ് നിൽക്കുക. അപ്പം മൈലേജിനെ കുറിച്ചും നമുക്കിതുവരെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് മൈലേജ് ഞാൻ പറയുന്നില്ല. സോ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡാസ് ലെവൽ 2 ഫീച്ചറുള്ളൊരു വണ്ടി, മാത്രമല്ല ബാക്ക് സീറ്റിലാണെന്നുണ്ടെങ്കിൽ നല്ല സ്പേസ്, മൊത്തത്തിൽ ക്യാബിൻ സ്പേസ്, അസാധ്യ സ്പേസ്, ഇൻറ്റീരിയർ സ്പേസ് വരുന്നത്. പിന്നെ അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു ഡിഫൻഡറിൻ്റെ ഒക്കെ ലുക്ക് ഉള്ള ടൈപ്പ് ഒരു വണ്ടി. ലുക്ക് വൈസ് ആണെന്നുണ്ടെങ്കിലും അന്യായ ലുക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഒരു വെറൈറ്റി ലുക്കാണ്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് വണ്ടി എന്ന് വേണം പറയാൻ. അങ്ങനെ ഒരു വണ്ടി വരുന്നു. പിന്നെ മാത്രമല്ല ബാക്ക് സീറ്റിൽ സ്ലൈഡിങ് ആൻഡ് റിക്ലൈനിങ് ഓപ്ഷൻസ് വരുന്നു. മാത്രമല്ല ഈ വണ്ടിയുടെ ഒരു ഫീച്ചേഴ്സ് മൊത്തത്തിൽ എന്താ പറയുന്നത്, 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണ്, പിന്നെ ബേസ് വേരിയൻ്റ് തൊട്ട് കർട്ടൻസ് കാര്യങ്ങൾ, പിന്നെ വയർലെസ് ചാർജിങ് എന്ന് വേണ്ട ഒന്നും പറയാനില്ല. എടുത്തു പറയാനാണെങ്കിൽ അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. ഒരു ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫിനിറ്റി, ഒരു എന്താ പറയുന്നത്, ഒരു എയർവെൻസ് കാര്യങ്ങൾ, ഒന്നും പറയാനില്ല. ഒരു മൾട്ടി സോൺ ക്ലൈമാറ്റിക് കൺട്രോള് അഡ്വാൻറ്റേജ് തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് ഒരു ബേസ് വേരിയൻ്റ് തൊട്ട് റിവേഴ്സ് ക്യാമറ, ഒരു എന്താ പറയുക, റിവേഴ്സ് ക്യാമറ ഓപ്ഷൻസ് വരുന്നുണ്ട്. നല്ലൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബേസിൽ തന്നെ കർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവം. പിന്നെ തന്നെ ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് ഒരു ഹർമൻ്റെ തന്നെ 8 സ്പീക്കേഴ്സിൻ്റെ തന്നെ ഒരു സൗണ്ട് സിസ്റ്റം കാര്യങ്ങൾ, എല്ലാം കൊണ്ടും അഡ്വാൻറ്റേജസ് തന്നെയാണ് പറയാറുള്ളത്. പിന്നെ നല്ലൊരു സേഫ്റ്റി കാര്യങ്ങൾ, 7 എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കീ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഒരു ഫ്യൂച്ചറിസ്റ്റിക് കീ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷന് പറ്റുന്ന, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. ഒരു പുതിയ ലുക്ക്, ഒരു പുതിയ ഡിസൈനുള്ള വണ്ടി, നല്ല സ്പേസ് ഉള്ള വണ്ടി, നല്ല ഒരു എന്താ പറയുന്നത്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി. അപ്പം വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് 190 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, എലിക്കുളന്ത് വേണം. അപ്പോൾ എനിക്ക് ഫീച്ചേഴ്സ് പറഞ്ഞ് തീരുന്നില്ല, അതുപോലെ ഫീച്ചേഴ്സാണ്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ബുക്കിങ് കാര്യങ്ങളായിട്ട്, അതുപോലെ തന്നെ പുതിയ പ്രൈസ് കാര്യങ്ങളൊക്കെ ഈ നെക്സ്റ്റ് ഡേയ്സിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അഡ്വാൻസ് ബുക്ക് ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം കൃഷ്മച്ചാൻ.